വടക്കാഞ്ചേരി പീഡന കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ അനിൽ അക്കര എംഎൽഎക്കെതിരെ പരാതി. ഡിജിപി, തൃശൂർ ACP എന്നിവർക്കും വനിതാ കമ്മീഷനുമാണ് പരാതി ലഭിച്ചത്. തൃശൂർ പറപ്പൂക്കര സ്വദേശി PC രവിയാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി ദിൽജിത്ത് ചേർന്നുണ്ട്. ദിൽജിത്ത്, ഇന്നലെ അദ്ദേഹം പേര് വെളിപ്പെടുത്തിയത് തന്നെ അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പരാതി കൂടി വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തൃശൂർ DCC ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അനിലക്കര MLA പീഡനത്തിന് ഇരയായ വീട്ടമ്മയുടെ പേര് പലതവണ പരസ്യമാക്കിയത്. ഇത് സംബന്ധിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പറപ്പൂക്കര സ്വദേശി PC രവി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പലതവണ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ അനിലക്കര MLAക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 228A വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. പരാതിക്കൊപ്പം ദൃശ്യമാധ്യമങ്ങൾ നൽകിയ വാർത്തയുടെ വീഡിയോ ദൃശ്യങ്ങളും അതോടൊപ്പം പത്രവാർത്തകളും ഉൾപ്പെടുത്തിയാണ് DGP, തൃശൂർ ACP എന്നിവർക്കും ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനുകൾക്കും പരാതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു ആരോപണം മുതിർന്ന നേതാവും DCC പ്രസിഡന്റുമായ PA മാധവന്റെ നേതൃത്വത്തിലാണ് അനിലക്കര MLA കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ഈ വാർത്താ സമ്മേളനത്തിലാണ് അനിലക്കര MLA പല തവണ ഇരയുടെയും ഭർത്താവിന്റെയും പേര് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ PA മാധവനെതിരെയും ഈ സംഭവത്തിൽ കേസെടുക്കണം എന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് 3:30 DCC ഓഫീസിൽ വാർത്താ സമ്മേളനം നടന്നത്. വാർത്താ സമ്മേളനത്തിൽ വടക്കാഞ്ചേരി പീഡന കേസിൽ അന്വേഷണ സംഘത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അനിൽ അക്കര മുമ്പ് ഇരയുടെ പേര് വെളിപ്പെടുത്തിയെന്ന ആരോപണം നേരിടുന്ന കേസിൽ അന്വേഷണം നേരിടുന്ന K രാധാകൃഷ്ണനെതിരെ പോലീസ് നടപടി എടുക്കുന്നില്ല എന്നൊരു ആരോപണവും മുമ്പോട്ട് വെച്ചു. ഈ വാദങ്ങളൊക്കെ പറഞ്ഞ ശേഷമാണ് അനിലക്കര MLA തന്നെ യുവതിയുടെ പേര് നിരവധി തവണ വ്യക്തമാക്കുന്നത്. അബദ്ധവശാൽ സംഭവിച്ചതല്ല എന്ന് തെളിയിക്കും വിധം 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ ഇരയുടെയും ഭർത്താവിന്റെയും പേര് പല കുറി അനിലക്കര വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ ഒരു പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിൽ MLAക്കെതിരെ കേസ് എടുക്കാൻ തക്ക തെളിവുകളുണ്ട്. കേസെടുക്കാവുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് നിയമ വിദഗ്ധരുടെ അഭിപ്രായം. അവിടെയാണ് ദിൽജിത്ത്, ഒരു പക്ഷേ അബദ്ധത്തിൽ എപ്പോഴെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ പേര് പറഞ്ഞു പോയതല്ല, പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ദിൽജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാധാകൃഷ്ണനെതിരെ ഒരുപക്ഷെ ഏറ്റവും വലിയ ആരോപണവുമായി രംഗത്തെത്തിയതും MLA തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ മനഃപൂർവ്വമായ ഈ ഒരു വീഴ്ച അതിനെ എങ്ങനെയാണ് പൊതുവിൽ വിലയിരുത്തുന്നത്? ഇതിന്റെ ഒരു നിയമവശമൊക്കെ ഈ ഒരു പരാതി കൂടി വരുന്ന ഒരു ഘട്ടത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. സൗമ്യ, ഇത്തരത്തിൽ ഇരയുടെ പേര് അബദ്ധവശാൽ പറഞ്ഞു പോയതാകാം എന്നൊരു വിശദീകരണം അനിലക്കര MLAക്ക് നൽകാമെങ്കിലും അത്തരത്തിൽ ഇത് അബദ്ധമായിരുന്നില്ല. കാരണം പ്രത്യേകിച്ച് K രാധാകൃഷ്ണന്റെ കേസ് സംബന്ധിച്ച വിശദാംശങ്ങളും K രാധാകൃഷ്ണനെതിരെ നടപടി വൈകിപ്പിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ അനിലക്കര ഇതേ പത്രസമ്മേളനത്തിൽ തന്നെ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരയുടെ പേര് പുറത്തു പറയുന്നത് തെറ്റാണെന്നും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ അനിലക്കര MLAക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാധാകൃഷ്ണന്റെ കേസിനെ പറ്റി അദ്ദേഹം സംസാരിച്ചത്. അതേ വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് ഒരു മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ പല കുറി ഇത്തരത്തിൽ ഇരയുടെ പേര് വ്യക്തമാക്കി. ഒരു തവണ വ്യക്തമാക്കിയത് ശേഷം അദ്ദേഹം ഏറെ നേരം നിശബ്ദനായി ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ സ്വയം ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്ന തിരിച്ചറിവ് MLAക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ വെളിവാകുന്നുണ്ട്. അതിനുശേഷം നിരവധി തവണ അത്തരത്തിലൊരു അബദ്ധം സംഭവിച്ചതാണെങ്കിൽ തുടർന്നുള്ള സമ്മേളനത്തിലും സമയത്തും ജാഗ്രത പുലർത്തേണ്ട MLA വീണ്ടും നിരവധി തവണ 2ലേറെ തവണ വീണ്ടും യുവതിയുടെ പേര് വെളിപ്പെടുത്തിയ ദൃശ്യങ്ങൾ നമ്മുടെ പക്കലുണ്ട്. ആ വാർത്ത തന്നെയാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ടതും. ഇത്തരത്തിൽ പുറത്തു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഈ നൽകിയ പരാതിക്കൊപ്പവും 1ലധികം തവണ അനിലക്കര MLA യുവതിയുടെയും ഭർത്താവിന്റെയും പേര് പറയുന്ന ദൃശ്യങ്ങളുണ്ട്. അതോടൊപ്പം പത്ര വാർത്തകളുമുണ്ട്. ഇത്രയൊക്കെ ഏറെ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരാതി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കേസ് സംഭവങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതോടൊപ്പം MLA പത്രസമ്മേളനം നടത്തിയത് DCC പ്രസിഡന്റ് PA മാധവന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ്. അത്തരത്തിൽ ഈ പല തവണ MLA പേര് ആവർത്തിക്കുമ്പോഴും അത് ഇടപെടാനോ തടയാനോ ഒന്നും തന്നെ മുതിർന്ന നേതാക്കളാരും തന്നെ
മുമ്പോട്ട് വന്നില്ല. അതോടൊപ്പം ഈ എം എൽ എക്ക് വാർത്താ സമ്മേളനം നടത്താനും ഇരയുടെ പേര് വെളിപ്പെടുത്താനും ഒത്താശ ചെയ്ത് നൽകുകയും DCC ഓഫീസിൽ സ്ഥലം അനുവദിച്ച് നൽകുകയും ചെയ്ത PA മാധവനും ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണ് എന്നൊരു ആരോപണം പരാതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 228A വകുപ്പ് പ്രകാരം പീഡനത്തിന് ഇരയായ സ്ത്രീകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഒരുപക്ഷെ ആദ്യം മുതൽക്കേ തന്നെ ഈ കേസ് ഈ വിധത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ വരുന്നപ്പോൾ മുതൽക്കേ തന്നെ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഭാഗമായി നിന്നുകൊണ്ടുകൂടി പല ആരോപണങ്ങളും MLA അനിൽ അക്കരെ ഇതിനകത്തിൽ ഉന്നയിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ ഒരു വിഷയത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും അതുപോലെ തന്നെ ശ്രദ്ധേയമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു വിവാദം കൂടി വരുമ്പോൾ അത് കേസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളും ഇതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ കൂടി പരിശോധിച്ചാൽ ദിൽജിത്ത്. സൗമ്യ, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് പുതിയ അന്വേഷണം, അതും വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണം നടത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥ പൂങ്കുഴലി IPS അന്വേഷണ ചുമതല ഏറ്റെടുത്ത സാഹചര്യത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷണ സംഘത്തിനെതിരെ ആരോപണവുമായി അനിൽ അക്കര അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. അന്വേഷണം അട്ടിമറിക്കുകയാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള നീക്കവും നടന്നു. ഒന്ന് പ്രത്യേകിച്ച് CPM കൗൺസിലർ ജയന്തൻ അടക്കമുള്ള ആളുകളാണ് ഇതിന്റെ പ്രതിയായിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസും അനിൽ അക്കര MLAയും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തി. അന്വേഷണ സംഘത്തിനെതിരെ ആദ്യഘട്ടം മുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാനും ശ്രമിച്ചിരുന്നു. അതോടൊപ്പം മറ്റ് ചില വ്യാജ വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അന്വേഷണം അവസാനിപ്പിക്കുന്ന തീരുമാനങ്ങളിലേക്ക് അന്വേഷണ സംഘം പോയി. അത്തരത്തിൽ തെളിവുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. യുവതിക്ക് പീഡനം നടന്ന വീടോ അത് സംബന്ധിച്ച സംഭവങ്ങളോ വിശദമാക്കാൻ സാധിച്ചില്ല എന്നടക്കമുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ജയന്തന് അന്വേഷണ സംഘം സംരക്ഷിക്കുകയാണ് എന്നൊരു പ്രതീതി വരുത്തി തീർത്ത ശേഷം വീണ്ടും പാർട്ടിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ അടക്കമുള്ള നീക്കങ്ങൾ അനിൽ അക്കരയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ അനിൽ അക്കര MLA തന്നെ ഇരയുടെ പേര് വെളിപ്പെടുത്തുകയും ഇത്തരത്തിലൊരു കുരുക്കിൽ അകപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ DGPക്കും ACPക്കും കേന്ദ്ര സംസ്ഥാന വനിതാ കമ്മീഷനുകൾക്കും നേരിട്ട് പരാതി അയച്ച ഒരു സാഹചര്യത്തിൽ MLAയുടെ നില കൂടുതൽ കരിങ്ങലിലായിരിക്കുകയാണ്. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. വടക്കാഞ്ചേരി പീഡന കേസിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ അനിൽ അക്കരെ MLAക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു. DGP, തൃശൂർ ACP, ഒപ്പം വനിതാ കമ്മീഷൻ എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്.